സിനിമയിലെ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നു. ഒരു കവിത വായിക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാവുന്നു. ഒരു നാടകം കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നു. ചിലപ്പോൾ ഒരു കഥയിലെ ക്യാരക്ടറിന്റെ ദുഃഖം നമ്മുടേതുപോലെ തോന്നും. പക്ഷെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡു വി ഫീൽ ഇമോഷൻസ് ത്രൂ ആർട്ട്? ഒരു ഫിക്ഷണൽ ക്യാരക്ടറിന്റെ സാഡ്നെസ് കണ്ടിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് റിയൽ ഇമോഷൻസ് അനുഭവിക്കുന്നത്? ഒരു പോം എങ്ങനെ നമ്മളിൽ ജോയ്, സോറോ, ലവ്, ആങ്കർ, വണ്ടർ തുടങ്ങിയ ഇമോഷൻസ് ഉണ്ടാക്കുന്നു? ഈ ചോദ്യങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യൻ ചിന്തകർ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ആൻസേഴ്സ് നൽകിയിരുന്നു. ഇതാണ് ഇന്ത്യൻ എസ്തെറ്റിക് തിയറി. ഇന്ത്യൻ സൗന്ദര്യ ശാസ്ത്രത്തിൽ ഏറ്റവും ഫേമസ് കൺസെപ്റ്റ് എന്താണ്? രസ. രസ എന്ന ഒറ്റ കൺസെപ്റ്റ് തന്നെ ഇന്ത്യൻ എസ്തെറ്റിക്സ് മനസ്സിലാക്കാനുള്ള കീ ആണ്. ഇന്ന് നമുക്ക് രസ, ഭരത, നാട്യശാസ്ത്ര, ഭാവ, സ്ഥായി ഭാവ, വിഭാവ, അനുഭാവ, വ്യാഭിചാരി ഭാവ, ധ്വനി തിയറി, റിതി തിയറി, വക്രോത്തി തിയറി, ഔചിത്യ എല്ലാം സിമ്പിളായി പഠിക്കാം. വാട്ട് ഈസ് ഇന്ത്യൻ എസ്തെറ്റിക്സ്? എസ്തെറ്റിക്സ് എന്നത് ബ്യൂട്ടി, ആർട്ട്, ആർട്ടിസ്റ്റിക് എക്സ്പീരിയൻസ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇന്ത്യൻ എസ്തെറ്റിക്സിൽ പ്രധാന ചോദ്യം, വാട്ട് മേക്സ് എ വർക്ക് ഓഫ് ആർട്ട് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആൻഡ് ഇമോഷണലി പവർഫുൾ? ഒരു പോം നല്ല പോം ആകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഡ്രാമ നമ്മളെ ഇമോഷണലി മൂവ് ചെയ്യുന്നത് എങ്ങനെ? ഒരു ലിറ്റററി വർക്കിന്റെ ബ്യൂട്ടി എവിടെയാണ്? ഇതിന് ഡിഫറെന്റ് ഇന്ത്യൻ തിങ്കേഴ്സ് ഡിഫറെന്റ് ആൻസേഴ്സ് നൽകി. അതുകൊണ്ടാണ് ഇന്ത്യൻ എസ്തെറ്റിക്സിൽ നിരവധി തിയറീസ് ഉണ്ടായത്. ഭരത ആൻഡ് നാട്യശാസ്ത്ര. ഇന്ത്യൻ എസ്തെറ്റിക്സിന്റെ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേര് ഭരത. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന ഗ്രന്ഥം നാട്യശാസ്ത്ര. ഇത് ഇന്ത്യൻ ഡ്രാമ, ഡാൻസ്, മ്യൂസിക്, തിയേറ്റർ, എസ്തെറ്റിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആണ്. UGC നെറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭരത, നാട്യശാസ്ത്ര ആൻഡ് രസ തിയറി. രസ തിയറിയുടെ ഏർലിയസ്റ്റ് സിസ്റ്റമാറ്റിക് ഫോർമുലേഷൻ നാട്യശാസ്ത്രയിൽ കാണാം. രസ എന്ന സാൻസ്കൃത വേർഡിന് ലിറ്ററൽ സെൻസിൽ ടേസ്റ്റ്, ഫ്ലവർ, എസെൻസ് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ എസ്തെറ്റിക്സിൽ രസ എന്നത് എസ്തെറ്റിക് എക്സ്പീരിയൻസ് അഥവാ ഒരു ലിറ്റററി ഓർ ആർട്ടിസ്റ്റിക് വർക്ക് അനുഭവിക്കുമ്പോൾ ഓഡിയൻസിന് ലഭിക്കുന്ന പ്രത്യേക ഇമോഷണൽ എക്സ്പീരിയൻസ്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി കാണുന്നു. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ലവ് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഇമോഷണൽ പ്രഷർ ഉണ്ടാകുന്നു. അത് സിംപ്ലി ലവ് അല്ല, അത് ആർട്ടിസ്റ്റിക് പ്രസന്റേഷൻ വഴി അനുഭവിക്കുന്ന ശൃംഗാര രസ ആണ്. രസസൂത്ര. രസ തിയറിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വിഭാവനുഭവ വ്യഭിചാരി സംയോഗ് രസ നിഷ്പത്തി. ഇത് ഭരതയുടെ ഫേമസ് രസസൂത്രയാണ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, രസ എറൈസസ് ത്രൂ ദ കോമ്പിനേഷൻ ഓഫ് വിഭ, അനുഭവ ആൻഡ് വ്യഭിചാരി ഭവ എന്നിവയുടെ സംയോജനത്തിലൂടെയാണ് രസം ഉണ്ടാകുന്നത്. ഭാവ വേഴ്സസ് രസ. ഇവിടെ സ്റ്റുഡൻസ് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ഭാവ ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ്, രസ എസ്തെറ്റിക് എക്സ്പീരിയൻസ് ഓഫ് ഇമോഷൻ. ഒരു ക്യാരക്ടറിന് ലവ് ഉണ്ട്, അത് ഭാവ. ഓഡിയൻസ് ആ ലവിനെ ആർട്ടിസ്റ്റിക് എക്സ്പീരിയൻസ് ആയി എൻജോയ് ചെയ്യുമ്പോൾ രസ. അതിനാൽ ഭാവ ഈസ് ഇമോഷൻ and rasa is aesthetic release of emotion. Sthayi bhava. Sthayi means stable or permanent. അഥവാ റിലേറ്റീവ്ലി പെർമനന്റ് ഇമോഷണൽ ഡിസ്പോസിഷൻ. ട്രഡീഷണൽ രസ തിയറിയിൽ വിവിധ രസാസിന്റെ ഫൗണ്ടേഷനായി സ്ഥായി ഭാവ പ്രവർത്തിക്കുന്നു. ഫോർ എക്സാമ്പിൾ, രതി ഇസ് ശൃംഗാര രസ, അതായത് രതി മീൻസ് ലവ് ഓർ അഫെക്ഷൻ. ശോക ഇസ് കരുണ രസ, ശോക മീൻസ് സോറോ. ക്രോധ രൗദ്രരസ, ക്രോധ മീൻസ് ആങ്കർ. വിഭവ രസയ്ക്ക് കാരണമാകുന്ന ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ കോസസിനെയാണ് നമ്മൾ വിഭവ എന്ന് പറയുന്നത്. അഥവാ വാട്ട് പ്രൊഡ്യൂസസ് ദ ഇമോഷണൽ സിറ്റുവേഷൻ. വിഭവയിലേക്ക് രണ്ട് പ്രധാന ടൈപ്സ് ആണ് ഉള്ളത്. ആലംബാന വിഭവ, ദ പേഴ്സൺ ഓർ ഒബ്ജക്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഇമോഷൻ. ഉദ്ദീപന വിഭവ, ദ സറൗണ്ടിങ് സർക്കംസ്റ്റൻസസ് ദാറ്റ് ഇന്റൻസിഫൈ ദ ഇമോഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ലവ് സീൻ ഇമാജിൻ ചെയ്യൂ. അതിൽ ഹീറോ ആൻഡ് ഹീറോയിൻ എന്ന് പറയുന്നത് ആലംബാനയാണ് ആൻഡ് ഉദ്ദീപാന എന്ന് പറയുന്നത് മൂൺലൈറ്റ്, ബ്യൂട്ടിഫുൾ ഗാർഡൻ, പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. അനുഭവ ഇമോഷൻസ് പുറത്തേക്ക് പ്രകടമാക്കുന്ന ഫിസിക്കൽ ഓർ എക്സ്പ്രസീവ് സയൻസിനെയാണ് അനുഭവ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലവ് ഉണ്ടാകുമ്പോൾ സ്മൈലിംഗ്, ലുക്കിംഗ് അറ്റ് സം വൺ, ബ്ലഷിംഗ്, ചേഞ്ചസ് ഇൻ എക്സ്പ്രഷൻസ് ഇതൊക്കെ ഉണ്ടാവും. ഇവ ഇമോഷൻസിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് ആണ്. സോ വിഭവ എന്ന് പറയുന്നത്
കോസ് ആൻഡ് ഡിറ്റർമിനന്റ് ആണെങ്കിൽ അനുഭവ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എക്സ്പ്രഷനെയാണ്. വ്യഭിചാരി ഭാവ ഇവ ടെമ്പററി ട്രാൻസിറ്ററി ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവ വരികയും പോവുകയും ചെയ്യുന്നു. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ആൻസൈറ്റി, ഡൗട്ട്, ഷെയിം, ഫിയർ, എക്സൈറ്റ്മെന്റ്, ഫെറ്റീഗ്, ജെലസി. ഇവയൊന്നും പെർമനന്റ് അല്ല. അതുകൊണ്ട് സ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ ഇമോഷൻ ആണ്. വ്യഭിചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി സപ്പോർട്ടിംഗ് ഇമോഷൻസ് ആണ്. ഇനി ഇന്ത്യൻ എസ്തെറ്റിക്സിലെ ഏറ്റവും ഫേമസ് പോർഷൻ ആണ് നവരസ. നവ് മീൻസ് 9. അതിനാൽ 9 റസാസ്. ആദ്യം ഭരത പറഞ്ഞ പ്രധാന രസാസ് എന്തൊക്കെയാണ്? ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയങ്കര, ബീഭത്സ്യ, അദ്ഭുത, പിന്നീട് ശാന്ത. രസ ട്രഡീഷണൽ വളരെ പ്രധാനമായി ചേർന്നു. ശൃംഗാര രസ, ശൃംഗാര that is love, erotic sentiment associated with സ്ഥായി ഭാവ. രതി അഥവാ ലവ് ഓർ അഫെക്ഷൻ, റൊമാൻറ്റിക് ലവ്, ബ്യൂട്ടി, അട്രാക്ഷൻ ഇവയൊക്കെ ശൃംഗാരയുടെ ഡൊമൈൻ ആണ്. ഹാസ്യരസ, ഹാസ്യ കോമിക് associated with ഭാവ. ഹാസ അഥവാ ലാഫ്റ്റർ, കോമഡി സീൻസ്, ഹ്യൂമറസ് സിറ്റുവേഷൻസ് എന്നിവ ഹാസ്യരസ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കരുണരസ, കരുണ മീൻസ് കമ്പാഷൻ ഓർ പാത്തോസ്, അസോസിയേറ്റഡ് ഭാവയാണ് ശോക അഥവാ സോറോ. ഒരു ട്രാജിക് ഡെത്ത് സീൻ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസ് ഇതിന്റെ എക്സാമ്പിൾ ആണ്. രൗദ്രരസ, രൗദ്ര ആങ്കർ, അസോസിയേറ്റഡ് വിത്ത് ഭാവ, ക്രോധ അഥവാ ആങ്കർ, വാർ, റിവെഞ്ച്, വയലൻസ് തുടങ്ങിയ സിറ്റുവേഷൻസ് രൗദ്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീരരസ, വീര മീൻസ് ഹീറോയിസം, അസോസിയേറ്റഡ് വിത്ത് ഭാവ, ഉത്സാഹ അഥവാ എനർജി, കറേജ്, എൻത്യൂസാസിയം. ഒരു ഹീറോയിൻ ധൈര്യമായി ബാറ്റിൽ പോകുന്ന സീൻ ഇമാജിൻ ചെയ്യൂ, അവിടെ വീരരസ. ഭയങ്കര രസ, ഭയങ്കര മീൻസ് ഫിയർ ഓർ ടെറർ, അസോസിയേറ്റഡ് ഭാവ എന്താണ്? ഭയ അഥവാ ഫിയർ. ഹൊറർ സീൻസ്, ഡേഞ്ചറസ് സിറ്റുവേഷൻ തുടങ്ങിയവ ഭയങ്കര രസ ക്രിയേറ്റ് ചെയ്യുന്നു. ബീഭത്സ്യ രസ, ബീഭത്സ മീൻസ് ഡിസ്ഗസ്റ്റ്, അസോസിയേറ്റഡ് വിത്ത് ഭാവ, ദാറ്റ് ഇസ് ജുഗുപ്സ അഥവാ ഡിസ്ഗസ്റ്റ് ഓർ എവേർഷൻ. അദ്ഭുത രസ, അദ്ഭുത മീൻസ് വണ്ടർ ഓർ അമേസ്മെന്റ്, അസോസിയേറ്റഡ് ഭാവ എന്താണ്? വിസ്മയ അഥവാ വണ്ടർ. ഒരു എക്സ്ട്രാ ഓർഡിനറി ഇവന്റ് കാണുമ്പോൾ ഹൗ, വാവ്, ഹൗ അമേസിംഗ് എന്ന ഫീലിംഗ്, അതാണ് അദ്ഭുത. ശാന്തരസ, ശാന്ത പീസ് ഓർ ട്രാങ്ക്വിലിറ്റി, അസോസിയേറ്റഡ് ഭാവ എന്താണ്? നിർവേദ. ഇത് കാംനെസ്, ഡിറ്റാച്ച്മെന്റ്, സ്പിരിച്വൽ പീസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശാന്തരസയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് പിന്നീട് വളരെ പ്രധാനമായി വികസിച്ചു. നവരസ ഓർത്തിരിക്കാൻ ഒരു മെമ്മറി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ലവ്, ലാഫ്റ്റർ, സോറോ, ആങ്കർ, അതായത് ഹീറോയിസം, ഫിയർ, ഡിസ്കസ്, വണ്ടർ, പീസ്. അഥവാ ശൃംഗാര ലവ്, ഹാസ്യ ലാഫ്റ്റർ, കരുണ സോറോ, രൗദ്ര ആങ്കർ, വീര ഹീറോയിസം, ഭയങ്കര ഫിയർ, ബീവത്സ്യ ഡിസ്കസ്റ്റ്, അദ്ഭുത വണ്ടർ, ശാന്ത പീസ്. രസ തിയറി ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പേര് അഭിജ്ഞാനഗുപ്ത. കാശ്മീരി ഷൈവേറ്റ് ഫിലോസഫർ ആൻഡ് എസ്തെറ്റീഷ്യനായ അഭിജ്ഞാനഗുപ്ത ഭരതയുടെ രസ തിയറിയെ വളരെ ഡീപ്ലി ഇൻട്രപ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രധാന കമന്ററി ആണ് അഭിജ്ഞാന ഭാരതി. ഇത് നാട്യശാസ്ത്രയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് കമന്ററി ആണ്. UGC നെറ്റിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഭരത ഇസ് രസ തിയറി ആൻഡ് അഭിജ്ഞാനഗുപ്ത എന്ന് പറയുന്നത് മേജർ ഇലോബറേഷൻ ഓഫ് രസ തിയറി ആണ്. എസ്തെറ്റിക് എക്സ്പീരിയൻസ് ആൻഡ് സാധാരണീകരണ. അഭിജ്ഞാനഗുപ്തയുമായി ബന്ധപ്പെട്ട ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് സാധാരണീകരണ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റററി വർക്ക് കാണുമ്പോൾ അത് പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ ഇമോഷൻ എന്നതിൽ നിന്ന് മാറി യൂണിവേഴ്സലൈസ്ഡ് എസ്തെറ്റിക് എക്സ്പീരിയൻസ് ആകുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഡ്രാമയിൽ ഒരു അമ്മ കരയുന്നത് കാണുമ്പോൾ ഇത് ആ ക്യാരക്ടറുടെ മാത്രം ഒരു വിഷമമല്ല എന്ന് നമുക്ക് തോന്നുന്നില്ലേ? നമ്മളും ആ വിഷമം അനുഭവിക്കുന്നു. അതേസമയം അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ സോറോ ആയി മാറുന്നുമില്ല. അത് യൂണിവേഴ്സലൈസ്ഡ് എസ്തെറ്റിക് എക്സ്പീരിയൻസ് ആകുന്നു. ഇതാണ് സാധാരണീകരണ. നെക്സ്റ്റ് ഇസ് ധ്വനി തിയറി. ഇനി ഇന്ത്യൻ എസ്തെറ്റിക്സിലെ മറ്റൊരു ബിഗ് തിയറിയാണ് ധ്വനി തിയറി. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പേരാണ് അനന്തവർദ്ധന. പ്രധാന ഗ്രന്ഥം ദിവ്യലോക. വാട്ട് ഈസ് ധ്വനി? ധ്വനി ലിറ്ററലി മീൻസ് സൗണ്ട്, സജഷൻസ്, റെസൊണൻസ്. ലിറ്ററേച്ചറിൽ ഒരു സെന്റൻസിന്റെ ലിറ്ററൽ മീനിങ്ങിനപ്പുറം മറ്റൊരു ഡീപ്പർ മീനിങ് സജസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ധ്വനി. എക്സാമ്പിൾ, ഒരു ക്യാരക്ടർ പറയുന്നു ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ ടുനൈറ്റ്. ലിറ്ററൽ മീനിങ് എന്താണ്? മൂൺ ഈസ് ബ്യൂട്ടിഫുൾ.
പക്ഷേ കോണ്ടസ്റ്റ് അനുസരിച്ച് അത് ഐ ലവ് യു എന്ന ഇൻഡയറക്റ്റ് സജഷൻ ആയിരിക്കാം. ഇതാണ് സജസ്റ്റഡ് മീനിങ് അഥവാ ധ്വനി. അഭിധ, ലക്ഷണ, വ്യഞ്ജന. മീനിങ്ങിന്റെ 3 ഇമ്പോർട്ടന്റ് ലെവൽസ് ഓർക്കണം. അഭിധ ലിറ്ററൽ ഓർ ഡിറക്റ്റ് മീനിങ്, ലക്ഷണ ഇൻഡിക്കേറ്റീവ് ഓർ സെക്കൻഡറി മീനിങ്, വ്യഞ്ജന സജസ്റ്റീവ് മീനിങ്. അതായത് ധ്വനി തിയറിയിലെ വ്യഞ്ജന അഥവാ സജഷൻ ആണ് സെൻട്രൽ. ഇനി അലങ്കാര. അലങ്കാര മീൻസ് ഓർണമെന്റ്, ഫിഗർ ഓഫ് സ്പീച്ച്. പോയട്രിയുടെ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന പോയറ്റിക് ഡിവൈസ് ആണ് അലങ്കാരാസ്. എക്സാമ്പിൾ സിമിലി, മെറ്റഫർ, പൺ, എലിട്രേഷൻ തുടങ്ങിയവ. പ്രധാന ഏർലി തിയറിസ്റ്റ് ആരൊക്കെയാണ്? ഭാമ. അദ്ദേഹത്തിന്റെ പ്രധാന വർക്കാണ് കാവ്യാലങ്കാര. അലങ്കാര തിയറി പ്രകാരം പോയറ്റിക് ബ്യൂട്ടിയുടെ പ്രധാന സോഴ്സ് ആണ് അലങ്കാര അഥവാ പോയറ്റിക് ഓർണമെന്റേഷൻ. പ്രധാന തിയറിസ്റ്റ് ആണ് വാമന. പ്രധാന ഐഡിയ ആണ് ഋതിർ ആത്മാ കാവ്യസ്യ. അർത്ഥം ഋതി ഇസ് ദ സോൾ ഓഫ് പോയട്രി. ഋതി എന്നത് ബ്രോഡ്ലി സ്റ്റൈൽ, സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് എന്ന ആശയമാണ്. അതിനാൽ വാമനയുടേതാണ് ഋതി തിയറി. ഋതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൽ. ഋതി ഈസ് ദ സോൾ ഓഫ് പോയട്രി. വക്രോക്തി തിയറി. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തിയറിയാണ്. പ്രധാന തിയറിസ്റ്റ് ആരാണ്? കുന്തക. പ്രധാന വർക്ക് എന്താണ്? വക്രോക്തി ജീവിത. വക്രോക്തി ലിറ്ററലി മീൻസ് ഒബ്ലിക് എക്സ്പ്രഷൻ അഥവാ ഓർഡിനറി വേയിൽ പറയാതെ ഒരു പ്രത്യേക ആർട്ടിസ്റ്റിക് ഇൻഡയറക്റ്റ് മാനറിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ. പോയറ്റിക് ആയിട്ട് എന്താണ്? ദ നൈറ്റ് വിയേഴ്സ് എ സിൽവർ സ്മൈൽ. ഇവിടെ ഓർഡിനറി എക്സ്പ്രഷൻസ് അല്ല, ക്രിയേറ്റീവ് ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ ആണ്. ഇതാണ് വക്രോക്തി. കുന്തകയുടെ വ്യൂയിൽ വക്രോക്തി ഈസ് ദ സോൾ ഓഫ് പോയട്രി. ഔചിത്യ തിയറി. പ്രധാന തിയറിസ്റ്റ് ആണ് ക്ഷേമേന്ദ്ര. അദ്ദേഹത്തിന്റെ പ്രധാന വർക്കാണ് ഔചിത്യ വിചാർച്ച. ഔചിത്യ മീൻസ് പ്രൊപ്രിറ്റി ഓർ അപ്രോപ്രിയേറ്റ്നെസ്. അതായത് ലിറ്റററി വർക്കിൽ എവറിത്തിങ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. ക്യാരക്ടറിന് അനുയോജ്യമായ ലാംഗ്വേജ് വേണം, സിറ്റുവേഷൻ അനുയോജ്യമായ ഇമോഷൻസ് വേണം, കണ്ടെക്സ്റ്റിന് അനുയോജ്യമായ സ്റ്റൈൽ വേണം. അതിനാൽ ഔചിത്യ ഇസ് അപ്രോപ്രിയേറ്റ്നെസ്. ഇനി നെറ്റ് എക്സാമിന് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. ഹൂ റോട്ട് നാട്യ ശാസ്ത്ര? ആൻസർ ഇസ് ഭരത. Next is Davyaloka is associated with whom? Ananthavardhana. Riti is the soul of poetry is associated with Vamana. Vakroti Jivita was written by Kuntaka. Which theory emphasizes poetic ornaments? Alamkara theory. Which theory emphasizes style? Riti theory. ഇതൊക്കെയാണ് ഇന്ത്യൻ എസ്തെറ്റിക്സ് തിയറിയുടെ ബേസിക് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ എസ്തെറ്റിക്സ് നമ്മളോട് പറയുന്നത് ആർട്ട് എന്നത് സിംപ്ലി ബ്യൂട്ടി അല്ല എന്നാണ്. ആർട്ട് നമ്മളിൽ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു പോം നമ്മളെ ലവ് ചെയ്യിക്കുന്നു, ഒരു ട്രാജഡി നമ്മളെ കരയിക്കുന്നു, ഒരു ഹീറോയിക് സീൻ നമ്മളെ കറേജ് ഉണ്ടാക്കുന്നു, ഒരു ബ്യൂട്ടിഫുൾ ഇമേജ് നമ്മളിൽ വണ്ടർ ഉണ്ടാക്കുന്നു. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇന്ത്യൻ തിങ്കേഴ്സ് രസ, ധ്വനി, അലങ്കാര, ഋതി, വക്രോക്തി, ഔചിത്യ തുടങ്ങിയ തിയറീസ് വികസിപ്പിച്ചത്. അതുകൊണ്ട് UGC NET എക്സാം പ്രിപ്പറേഷനിൽ ഈ 6 നെയിംസും ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഇവ മനസ്സിലാക്കി പഠിച്ചാൽ ഇന്ത്യൻ എസ്തെറ്റിക്സ് വളരെ ഈസി ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. ആൻഡ് മറ്റൊരു കാര്യം കൂടെ, ദ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഓഫ് UGC NET ഇംഗ്ലീഷ് ഇസ് അവൈലബിൾ ഇൻ അവർ വെബ്സൈറ്റ് ഇൻ എ വെരി റീസണബിൾ റേറ്റ്. സോ നിങ്ങൾക്കറിയാം, ഒരു സ്റ്റഡി മെറ്റീരിയൽ ഇസ് ദ ബേസ് ഓഫ് ഹൗ യു നീഡ് ടു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ഫോർ യുവർ എക്സാം. സോ അതിന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ തന്നെയാണ്. അതിന് പറ്റാത്തവർക്കായിട്ടാണ് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ. ആൻഡ് നിങ്ങൾക്ക് ഇതൊരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന രീതിയിലും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാം. സോ ഇഫ് യു നീഡ് ടു പർച്ചേസ് എ സ്റ്റഡി മെറ്റീരിയൽ, പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് www.englishlegacyhub.com. So if you like this video, please like, share and subscribe to this channel for more video contents like this. Thank you.